ഇത് ഫുക്കറ്റിലെ മൂന്നാമത്തെ ദിവസമാണ്. ഇന്ന് രാവിലെ നമ്മളൊരു ക്യാബ് എടുത്ത് നേരെ വന്നേക്കുന്നത് ഒരു ടെമ്പിൾ കാണാനാണ്. ഓൾമോസ്റ്റ് 95% ഓഫ് തായ് പോപ്പുലേഷൻ ഫോളോ ചെയ്യുന്നത് ബുദ്ധിസമാണ്. അതുകൊണ്ട് തന്നെ തായ്ലൻഡിൽ നിന്ന് 40,000 ഓഫ് ബുദ്ധിസ്റ്റ് ടെമ്പിൾസ് ഉണ്ട്. അതിൽ തന്നെ 37,000 ഇന്നും ആക്റ്റീവ് ആണ്. ഫുക്കറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും അതുപോലെ ഏറ്റവും വലുതുമായ ഒരു ടെമ്പിളാണ് വാട്ട് ചാലോങ് ടെമ്പിൾ. തായ് ഭാഷയിൽ വാട്ട് എന്നാൽ ടെമ്പിൾ എന്നാണ് അർത്ഥം. 19th സെഞ്ചുറിയിൽ പണി കഴിപ്പിച്ച ഈ ടെമ്പിൾ ലുവാങ് ഫോ ചാം ആൻഡ് ലുവാങ് ഫോ ചുവാങ് എന്നീ 2 മോങ്സിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടതാണ്. 19th സെഞ്ചുറിയിലെ ചൈനീസ് കലാപ സമയത്ത് ലോക്കൽസിനെ നയിക്കുകയും പരിക്കേറ്റവരെ ചികിത്സിക്കുകയും ചെയ്തവരാണ് ഇവർ. ഇവരുടെ സ്റ്റാച്യൂസ് മെയിൻ എൻട്രൻസിലുണ്ട്. അവിടെ ആളുകൾ ആരോഗ്യത്തിനും ഭാഗ്യത്തിനും വേണ്ടി പ്രാർത്ഥിക്കുകയും ഈ സ്റ്റാച്യൂസിൻ്റെ മുകളിൽ ഗോൾഡൻ ലീഫ് ഒട്ടിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ കാണുന്ന 60 മീറ്റർ ഉയരമുള്ള പഗോഡയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ അട്രാക്ഷൻ. അതിൻ്റെ 3ാം നിലയുടെ മുകളിൽ ശ്രീലങ്കയിൽ നിന്നും കൊണ്ടുവന്നു എന്ന് കരുതപ്പെടുന്ന ബുദ്ധൻ്റെ ഒരു അസ്ഥി സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ഈ പഗോഡയ്ക്ക് 3 നിലകളാണുള്ളത്. അകത്ത് ഭിത്തികളിലും സീലിങ്ങുകളിലും ബുദ്ധൻ്റെ ജീവിതകഥ ചിത്രീകരിക്കുന്ന മനോഹരമായ ചുമർ ചിത്രങ്ങളും വിവിധ ഭാവങ്ങളിലുള്ള ബുദ്ധ പ്രതിമകളും സ്ഥാപിച്ചിട്ടുണ്ട്. അങ്ങനെ ടെമ്പിൾ ടൂറിനൊക്കെ ശേഷം ഒരു ലഞ്ചൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ ഓൾഡ് ഫുക്കറ്റ് സ്ട്രീറ്റിലേക്ക് പോയി. ഈ ഓൾഡ് ഫുക്കറ്റ് സിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഹിസ്റ്റോറിക് ഹാർട്ട് ഓഫ് ഫുക്കറ്റ് എന്ന് പറയാൻ പറ്റും. നമ്മൾ അവിടെ ചെല്ലുമ്പോൾ തന്നെ നോർമൽ സ്ട്രീറ്റിനേക്കാളും ഒരു ഡിഫറൻസ് നമുക്കത് ഫീൽ ചെയ്യും. ചൈനീസ് ആൻഡ് യൂറോപ്യൻ ആർക്കിടെക്ചർ അവിടുത്തെ ഷോപ്സുകളിലും കഫേകളിലും സ്ട്രീറ്റിലും ഒക്കെ നിറഞ്ഞു നിൽക്കുന്നതായിട്ട് നമുക്ക് തോന്നും. ഫുക്കറ്റ് വിസിറ്റ് ചെയ്യുന്നവർ ഓൾഡ് ഫുക്കറ്റ് സിറ്റിയിലൂടെ ഒരു ഈവനിങ് വാക്ക് എന്തായാലും ചെയ്യണം. ഒന്ന് ഓടി നടന്ന് ഷോപ്പ് ചെയ്യാനും കഫേ ട്രൈ ചെയ്യാനും പുതിയ ഫുഡ് ട്രൈ ചെയ്യാനും അതുപോലെ തന്നെ സോവനീർസ് കളക്ട് ചെയ്യാനും ബെസ്റ്റ് പ്ലേസ് ആണിത്.